ടീം ബാറ്റ്കമ്മിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 47/2023 ഒരു ഡിഗ്രി ലെവൽ പ്രിലിംസിനകത്ത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റീസണിംഗ് പഠനത്തിൽ ചോദിച്ച ചോദ്യങ്ങൾ ഡിസ്കഷനാണ്. ആദ്യത്തെ 10 ചോദ്യങ്ങൾ നമ്മൾ മറ്റൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിരുന്നു. സോ ബാക്കിയുള്ള 10 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഒന്നാമത്തെ ചോദ്യം, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് 3, 6, 11, 18, 27. നമ്മളിവിടെ നോക്കുമ്പോൾ നമുക്ക് നമ്പറുകൾ വ്യത്യാസം നോക്കാം. 3നോട് കൂടി 3 കൂട്ടിയാൽ 6 കിട്ടും. 6നോട് കൂടി 5 കൂട്ടിയാൽ 11 കിട്ടും. 11നോട് കൂടി 7 കൂട്ടിയാൽ 18 കിട്ടും. 18നോട് കൂടി 9 കൂട്ടിയാൽ 27 കിട്ടും. 3നോട് കൂടി 3 കൂട്ടിയാൽ 6 കിട്ടും. 6നോട് കൂടി 5 കൂട്ടിയാൽ 11 കിട്ടും. 11നോട് കൂടി 7 കൂട്ടിയാൽ 18 കിട്ടും. 18നോട് കൂടി 9 കൂട്ടി 27 കിട്ടും. അപ്പൊ എന്താ ഓഡ് നമ്പറുകൾ ആഡ് ചെയ്ത് ഉപയോഗിക്കുന്നത് 3, 5, 7, 9. അങ്ങനെ അടുത്ത് എന്ത് വരും? 27നോട് കൂടി 11 കൂട്ടിയാൽ 38 കിട്ടും. സോ ഓപ്ഷൻ എ 38 ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഇഫ് 2 + 3 = 8, 4 + 5 = 24, 1 + 8 = 9, then what is 3 + 6? അപ്പൊ ഇവ തമ്മിൽ എന്തെങ്കിലും ഒരു റിലേഷൻ കാണും. ആ റിലേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടതെന്ന് പറയുന്നത്. നമ്മളിവിടെ നോക്കിയാൽ 2 + 3 = 8 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ആലോചിക്കാം. 2 × 3 3 2 6. അതിനോട് കൂടി ആദ്യത്തെ ടൈം കൂട്ടിയാൽ 3 2 6 + 2 8 എന്ന് കിട്ടും. അപ്പൊ അതേ സീക്വൻസ് ബാക്കിയുള്ളടത്ത് വർക്ക് ആവുമെന്ന് നോക്കാം. 4 + 5. അപ്പൊ 4ഉം 5 കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. കറക്റ്റ്. അതിനോട് കൂടി ഫസ്റ്റ് ടൈമിനെ കൂട്ടി. അതിനാല് 20, 20 + 4 24. അപ്പൊ അങ്ങനെയാണ് എങ്കിൽ അപ്പൊ ആ സീക്വൻസ് വർക്ക് ആവുന്നുണ്ട്. സോ അങ്ങനെ 3 + 6 എങ്ങനെ എഴുതാം? 3 × 6 പ്ലസ് ഫസ്റ്റ് ടൈം 3. സോ 6 3 18, 18 3 21. 21 ആണെങ്കിൽ ഓപ്ഷൻ ബി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. സോ ആൻസർ ഓപ്ഷൻ ബി. ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. 11, 13, 11, 13. സോറി 11 ഇല്ല. ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. 13, 17, 23, 27. സോ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും 13 എന്ന് പറയുന്ന ഒരു പ്രൈം നമ്പറാ, 17 എന്ന് പറയുന്ന ഒരു പ്രൈം നമ്പറാ, 23 എന്ന് പറയുന്ന ഒരു പ്രൈം നമ്പറാ. പക്ഷെ 23 എന്ന് പറയുന്ന ഒരു പ്രൈം നമ്പറാണ്. പക്ഷെ 27 എന്ന് പറയുന്ന ഒരു പ്രൈം നമ്പർ അല്ല. കാരണം അതിന് ഫാക്ടേഴ്സ് ഉണ്ട്. 9 × 3 27 ആണ്. അപ്പൊ 13, 17, 23 പ്രൈം നമ്പറുകളാണ്. 27 എന്ന് പറയുന്ന ഒരു കോമ്പോസിറ്റ് നമ്പർ ആണ്. സോ ഇവിടുത്തെ ഓഡ് വൺ എന്ന് പറയുന്ന 27 അഥവാ ഓപ്ഷൻ ഡി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. എർത്ത് ഈസ് ടു FB SUI. അങ്ങനെയാണെങ്കിൽ ഫ്രൂട്ട്. കോഡിംഗ് ആണ് നമ്മൾ നോക്കേണ്ടത്. ഇ കഴിഞ്ഞിട്ടുള്ള അടുത്ത ലെറ്റർ ആണ് എഫ് എന്ന് പറയുന്നത്. എ കഴിഞ്ഞിട്ടുള്ള അടുത്ത ലെറ്റർ ആണ് ബി എന്ന് പറയുന്നത്. ആർ കഴിഞ്ഞിട്ടുള്ള അടുത്ത ലെറ്റർ ആണ് എസ് എന്ന് പറയുന്നത്. ടി കഴിഞ്ഞിട്ടുള്ള അടുത്ത ലെറ്റർ ആണ് യു എന്ന് പറയുന്നത്. എച്ച് കഴിഞ്ഞിട്ടുള്ള അടുത്ത ലെറ്റർ ആണ് ഐ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എഫ് കഴിഞ്ഞിട്ടുള്ള അടുത്ത ലെറ്റർ ആണ് ജി, ആർ കഴിഞ്ഞിട്ടുള്ള അടുത്ത ലെറ്റർ ആണ് എസ്, യു കഴിഞ്ഞിട്ടുള്ള അടുത്ത ലെറ്റർ ആണ് വി, ഐ കഴിഞ്ഞിട്ടുള്ള അടുത്ത ലെറ്റർ ആണ് ജെ, ടി കഴിഞ്ഞിട്ടുള്ള അടുത്ത ലെറ്റർ ആണ് യു. സോ GSVJU. GSVJU. ഓപ്ഷൻ സി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, എ ഈസ് ബീസ് സിസ്റ്റർ. എ എന്ന് പറയുന്നത് ബിയുടെ സിസ്റ്റർ ആണ്. സോ ബിയുടെ സിസ്റ്റർ ആണ് എ എന്ന് പറയുന്നത്. സോ എ ഒരു പെണ്ണാണ്. സി ഈസ് ബീസ് ഫാദർ. ബിയുടെ അച്ഛനാണ് സി. ബിയുടെ അച്ഛനാണ് സി. സോ ഒബിയസ്ലി എയുടെയും അച്ഛനാണ് സി. നെക്സ്റ്റ് വൺ, ഡി ഈസ് സീസ് മദർ. സിയുടെ അമ്മയാണ് ഡി. സിയുടെ അമ്മയാണ് ഡി. സിയുടെ അമ്മയാണ് ഡി. അങ്ങനെയാണ് എങ്കിൽ എ റിലേറ്റഡ് ടു ഡി. എ എങ്ങനെയാണ് ഡിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? അതായത് എയുടെ ആരാണ് ഡി എന്ന് പറയുന്നത്? അതായത് സി എന്ന് പറയുന്നത് ബിയുടെ അച്ഛനാണെങ്കിൽ ഒബിയസ്ലി എയുടെ അച്ഛനാണ്. സോ എയുടെ അച്ഛന്റെ അമ്മയാണ് ഡി എന്ന് പറയുന്നത്. സോ എയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ എയെ സംബന്ധിച്ച് എ റിലേറ്റഡ് ടു ഡി. ഡി എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്? ഡി ഈസ് സീസ് മദർ. സിയുടെ അമ്മയാണ് ഡി എന്ന് പറയുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഡിയെ സംബന്ധിച്ച് എ എങ്ങനെയാണ് ഡിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഡിയെ സംബന്ധിച്ചിടത്തോളം എ എന്ന് പറയുന്നത് കൊച്ചുമകളാണ്. ഡിയെ സംബന്ധിച്ചിടത്തോളം എ എന്ന് പറയുന്ന കൊച്ചുമകളാണ്. സോ ഓപ്ഷൻ ബി ഗ്രാൻഡ് ഡോട്ടർ ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഗ്രാൻഡ് ഡോട്ടർ ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം,
അഖിൽ വോക്സ് 25 കിലോമീറ്റർ ടുവേർഡ്സ് ഈസ്റ്റ്. ഈസ്റ്റിലേക്ക് 25 കിലോമീറ്റർ നടന്നു. അതിനുശേഷം ഈ പോയിന്റിന്റെ റൈറ്റ് സൈഡിലേക്ക് ടേൺ ചെയ്തു. ടേൺ റൈറ്റ് ഹാൻഡ് സൈഡ്. ടേക്സ് എ ഡ്രൈവ് ഓഫ് 8 കിലോമീറ്റർ. അതിനുശേഷം 8 കിലോമീറ്റർ നടന്നു. അതിനുശേഷം ഈ പോയിന്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്ത് എഗെയിൻ ടേൺ ടു ഹിസ് റൈറ്റ്. അതിനുശേഷം റൈറ്റിലേക്ക് ടേൺ ചെയ്തു. അപ്പൊ ഈ പോയിന്റിന്റെ റൈറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടേക്ക് 10 കിലോമീറ്റർ നടന്നു. അതിനുശേഷം ഹി ടേൺസ് ലെഫ്റ്റ്. ഈ പോയിന്റിൽ നിൽക്കുമ്പോൾ ലെഫ്റ്റ് നേരെ താഴോട്ട് വരും. ലെഫ്റ്റിലേക്ക് 6 കിലോമീറ്റർ നടന്നു. ദെൻ ഹി ടേൺസ് ടുവേർഡ്സ് എ റൈറ്റ്. അതിനുശേഷം ഈ പോയിന്റിന്റെ റൈറ്റ്, സോ ഇങ്ങോട്ടേക്ക് വരും. എത്ര കിലോമീറ്റർ നടന്നു? 15 കിലോമീറ്റർ നടന്നു. അതായത് ആദ്യം ഈസ്റ്റിലേക്ക് 25 കിലോമീറ്റർ, ദെൻ റൈറ്റ് സൈഡിലേക്ക് ടേൺ ചെയ്ത് 8 കിലോമീറ്റർ, അവിടുന്ന് റൈറ്റിലേക്ക് ടേൺ ചെയ്ത് 10 കിലോമീറ്റർ, പിന്നെ ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്ത് 6 കിലോമീറ്റർ, ദെൻ റൈറ്റിലേക്ക് ടേൺ ചെയ്ത് 15 കിലോമീറ്റർ. സോ ഇത് സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഇതിപ്പോ നിൽക്കുന്ന പോയിന്റ്. ഇവ തമ്മിലുള്ള ദൂരമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നോക്കിക്കേ, ഇത് 8, ഇത് 6. അപ്പൊ 8 വാറും 14 കിലോമീറ്റർ ആണ് ഇത് തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത്. സോ 14 കിലോമീറ്റർ എങ്ങോട്ടേക്ക്? 14 കിലോമീറ്റർ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ പോയിന്റ് താഴേക്കാണ്. 14 കിലോമീറ്റർ സൗത്ത്. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ അവർഹാൻ ആൻഡ് മിനിറ്റ്ഹാൻ അറ്റ് 12:10. അവർഹാനും മിനിറ്റ്ഹാനും ആംഗിൾ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് തീറ്റ ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് 11/2m മൈനസ് 30 into h. എപ്പോഴും ഓർക്കേണ്ട കാര്യം എന്ന് പറയുന്നത് 12:10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ 0010 ആയിട്ട് വേണം അസ്യൂം ചെയ്യാനായിട്ട്. ഓക്കെ, എങ്കിൽ മാത്രമേ ഇക്വേഷനിൽ വർക്ക് ആവത്തുള്ളൂ. 12:45 എന്ന് പറയുമ്പോൾ 00:45. അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ആയിരിക്കും നമുക്ക് കിട്ടുക. ഫോർ എക്സാമ്പിൾ ഞാൻ കാണിക്കാം. ഇപ്പൊ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 11/2 into m എത്ര മിനിറ്റ് ആണ്? 10 മിനിറ്റ് മൈനസ് 30 into 0. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 110 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. 11 into 10 110. 110 ഡിവൈഡഡ് ബൈ 2 55 ഡിഗ്രി. 55 ഡിഗ്രി ഓപ്ഷൻ ബി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. 55 ഡിഗ്രി ഓപ്ഷൻ ബി ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അതല്ല, നിങ്ങളിവിടെ 12 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ആൻസർ എന്ന് പറയുന്നത് 305 ഡിഗ്രി ആയിരിക്കും. അതെങ്ങനെ ശരിക്കും വരുന്നത്? ഇപ്പം ഇത് അവർ ഹാൻഡ്, ഇത് മിനിറ്റ് ഹാൻഡ് തമ്മിലുള്ള ആംഗിൾ ആണെങ്കിൽ ഇത് 55 ഡിഗ്രി ആണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഈ 305 ഡിഗ്രി ആയിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഡൺ. അടുത്ത ചോദ്യം. 3rd November 1994 falls a Thursday. What was the day of 20th March 1995? അതായത് 3rd November 1994 എന്ന് പറയുന്നത് ഒരു തേഴ്സ്ഡേ ആണ്. 3rd November 1994 എന്ന് പറയുന്നത് തേഴ്സ്ഡേ ആണ്. അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? 20th March 1995. നമ്മളിവിടെ നോക്കിയാൽ 3rd November മുതൽ നമ്മളിപ്പോ 3rd November മുതൽ നവംബർ 30 വരെ എടുത്താൽ നമുക്ക് 27 ദിവസമുണ്ട്. 27 ദിവസമുണ്ട്. ദെൻ നവംബർ കഴിഞ്ഞ് ഡിസംബറിൽ 31 ദിവസമുണ്ട്. ദെൻ അടുത്തത് ജനുവരിയിൽ 31 ദിവസമുണ്ട്. ദെൻ ഫെബ്രുവരി 1995 എന്ന് പറഞ്ഞ ലീപ്പ് ഇയർ അല്ല, അതുകൊണ്ട് 28 ദിവസമുണ്ട്. ദെൻ മാർച്ചിൽ എത്രാമത്തെ ദിവസമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? 20ാമത്തെ ദിവസമാണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി ഓരോന്നിനെയും 7 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ എത്ര വരും നോക്കാം. 27നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 6 വരും. 31നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 28 3. അപ്പൊ എന്ത് കിട്ടും? 3 റിമൈൻഡർ വരും. ഇവിടെ 3 വരും. ഇവിടെ 28 ആയത് റിമൈൻഡർ 0 വരും. 7 2 14. ഇവിടെ റിമൈൻഡർ 6 വരും. ഇനി റിമൈൻഡറുകൾ എല്ലാം കൂടെ കൂട്ടി നോക്കി. 6 3 9, 9 3 12, 12 6 18 വന്നു. 18നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 18നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 4 വരും. അപ്പൊ തന്നിരിക്കുന്ന ദിവസം ഏതാണോ അതിനോട് കൂടി 4 ദിവസം കൂടി കൂട്ടുക. ദെൻ വ്യാഴമാണ് തന്നിരിക്കുന്നത്. വെള്ളി 1, ശനി 2, ഞായർ 3, തിങ്കൾ 4. അപ്പം ഈ പറയപ്പെടുന്ന 20th March 1995 എന്ന് പറയുന്നത് തിങ്കളാഴ്ച ആയിരിക്കും. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ മിറർ ഇമേജ് ഓഫ് മെഷീൻ? MACHINE. മെഷീനിന്റെ മിറർ ഇമേജ് എന്ത്? മിറർ ഇമേജ് വരുമ്പോൾ നേരെ ഇത്, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഈ വെച്ചിരിക്കുന്ന ഇമേജിനെ നേരെ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്ന പോലെയാണ് മിറർ ഇമേജ് വരിക. സോ ആദ്യം ഏറ്റവും അവസാനം ഇ ആണ്, ഫസ്റ്റ് ഇ വരും. അപ്പൊ ഇയുടെ മിറർ ഇമേജ് എന്ന് പറയുമ്പോൾ നേരെ തിരിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. ഇനി എൻ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, അത് നേരെ മിറർ ഇമേജ് ആവുമ്പോൾ നേരെ ടേൺ ചെയ്യും. എന്ത് സംഭവിക്കും? ഐക്ക് വ്യത്യാസമൊന്നും വരത്തില്ല. എച്ച് സിമെട്രിക് ആയതുകൊണ്ട് എച്ചിനും വ്യത്യാസം വരില്ല. സി നേരെ തിരിയും. എക്ക് സിമെട്രിക് ആയതുകൊണ്ട് എക്കും വ്യത്യാസം വരില്ല. എം സിമെട്രിക് ആയതുകൊണ്ട് എമ്മിനും വ്യത്യാസം വരില്ല. സോ ഇതായിരിക്കും മിറർ ഇമേജ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ നേരെ 180 ഡിഗ്രി
ആ പറയപ്പെടുന്ന സാധനത്തിനെ റൊട്ടേറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും അതായിരിക്കും അതിന്റെ മിറർ ഇമേജ് എന്ന് പറയുന്നത്. സോ നമ്മളിവിടെ നോക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് വരുന്നത് ഇവിടെ ഇ കറക്റ്റ് ആണ്, എൻ കറക്റ്റ് ആണ്, ഐ കറക്റ്റ് ആണ്, എച്ച് കറക്റ്റ് ആണ്, പക്ഷെ സി തെറ്റാണ്. സോ ഈ ഓപ്ഷൻ വെട്ടിക്കളയാം. ഇ കറക്റ്റ് ആണ്, എൻ കറക്റ്റ് ആണ്, ഐ കറക്റ്റ് ആണ്, എച്ച് കറക്റ്റ് ആണ്, സി കറക്റ്റ് എൻ തെറ്റാണ്. സി ഇവിടെ എൻ തെറ്റാണ്, ഇ കറക്റ്റ് ആണ്, എൻ തെറ്റാണ്. ഇവിടെ നോക്കിയാൽ ഇ എ തെറ്റാണ്. സോ അതുകൊണ്ട് പോയി ഇവിടെ ഇ കറക്റ്റ് ആണ്, എൻ കറക്റ്റ് ആണ്, ഐ കറക്റ്റ് ആണ്, എച്ച് കറക്റ്റ് ആണ്, സി കറക്റ്റ് ആണ്, എ കറക്റ്റ് ആണ്, എം കറക്റ്റ് ആണ്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആയിരിക്കും. ലുക്കിംഗ് ഇൻ ടു ദ മിറർ, the clock shows a time 12:15 as the time, the correct time is. So basically മിറർ ഇമേജ് ആയിട്ട് കാണിക്കുന്ന ടൈം എന്ന് പറയുന്നത് ആക്ച്വൽ ടൈമിൽ നിന്ന് 12 മണിക്കൂറോട് വ്യത്യാസമുണ്ട്. 12ൽ നിന്ന് കുറയ്ക്കുന്നതാവും, ആക്ച്വൽ ടൈമിൽ നിന്ന് 12 കുറയ്ക്കുന്നതാവും. സോ ബേസിക്കലി 12:15 എന്ന് തന്നു കഴിഞ്ഞാൽ നമ്മൾ ആ സമയത്തെ 00:15 എന്ന് വേണം നമ്മൾ അസ്യൂം ചെയ്യാനായിട്ട്. നമ്മൾ ആ സമയത്ത് 00:15 എന്ന് വേണം അസ്യൂം ചെയ്യാനായിട്ട്. അപ്പം മിറർ ഇമേജും ആക്ച്വൽ ടൈം കൂടെ കൂട്ടിയാൽ 12 മണി കിട്ടുമെങ്കിൽ ആക്ച്വൽ ടൈം കണ്ടുപിടിക്കാനായിട്ട് 12ൽ നിന്ന് മിറർ ഇമേജ് കുറയ്ക്കാം. സോ 12 ഉണ്ട്, 12ൽ നിന്ന് 15 മിനിറ്റ് കുറയ്ക്കണം. 12ൽ നിന്ന് 15 മിനിറ്റ് പുറകോട്ട് പോയാൽ 11:45. സോ ഓപ്ഷൻ എ ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഈ ചോദ്യപേപ്പറിനകത്തുണ്ടായിരുന്ന ബാക്കി 10 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സിനെക്കുറിച്ചുള്ള അഭിപ്രായം മറക്കാതെ കമന്റ് ചെയ്യുക. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.